സംസ്ഥാനത്ത് 2 ജില്ലകളിൽ റെഡ് അലേർട്ടും 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നിലനിൽക്കുകയാണ്. അപ്പോൾ ഏത് രീതിയിലാണ് സംസ്ഥാനത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞു തരാൻ ഷീജ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രി തിരുവനന്തപുരം നഗരത്തിലൊക്കെ, മലയോര പ്രദേശങ്ങളിലൊക്കെ. ഒരു കാലാവസ്ഥ ഏത് രീതിയിലാണ്? ഒപ്പം സംസ്ഥാനത്ത് ഒട്ടാകെ ഓരോ ജില്ലകളിലുമുള്ള മഴ മുന്നറിയിപ്പുകളൊക്കെ ഏത് രീതിയിൽ? വിനിഷ, എന്തായാലും കാലവർഷം ആരംഭിച്ച് നമുക്കറിയാം ഒരുവിധം ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് കാലവർഷത്തിൽ നമുക്ക് കേരളത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇടവിട്ട് മഴ ശക്തി പ്രാപിക്കുന്ന നിലയിലാണ് കാലവർഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഏതായാലും മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നത് തന്നെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ചും വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് മഴ അതിശക്തമാകുന്ന നിലയിലേക്ക് പോകുന്നത്. നിലവിൽ ഇന്നത്തെ ഒരു അലർട്ടുകൾ പരിശോധിക്കുമ്പോൾ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടും നിലനിൽക്കുന്നുണ്ട്. ഇതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് രാജസ്ഥാന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ന്യൂനമർദ്ദം, അതിൻ്റെ സ്വാധീന ഫലമായിട്ടാണ് ഈ രീതിയിൽ സംസ്ഥാനത്ത് ഇപ്പോൾ മഴ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ പതിവ് പോലെ തന്നെ ഒരു ആശങ്ക ഉയർത്തുന്നത് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് കൂടി സംസ്ഥാനത്ത് വീശുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും മരങ്ങൾ കടപുഴകുന്നൊരു സാധ്യത, അതിനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നൊരു പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ഒക്കെ തന്നെ മുറിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ഈ അതിശക്തമായ കാറ്റിൽ പൊടുന്നനെ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള അപകടങ്ങൾ അത് സ്വാഭാവികമായും ഉണ്ടാകുന്നുണ്ട്. അത് പലയിടങ്ങളിൽ നിന്നായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനൊപ്പം തന്നെ നഗരമേഖലയെന്നോ മലയോര മേഖലയെന്നോ വ്യത്യാസമില്ലാതെ തെക്കൻ ജില്ലകളിലും മഴ ലഭിക്കുന്നൊരു സാഹചര്യമാണ്. തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊന്നും അലർട്ടുകളില്ലെങ്കിൽ പോലും ഇവിടങ്ങളിലും ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച ശക്തമായ മഴ ഇന്ന് പുലർച്ചെ വരെയും തിരുവനന്തപുരം നഗരത്തിൽ തുടർന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇപ്പോഴും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ്, കടൽ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകരുത് എന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് കടൽ കയറാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കടൽ പ്രക്ഷുബ്ധമായി തുടരും എന്നുള്ളത് കൊണ്ട് ആ രീതിയിൽ തീരമേഖലയ്ക്കാകെ ഒരു ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഈ അലർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അലർട്ടില്ലാത്ത ജില്ലകളിൽ പോലും ശക്തമായി മഴ ലഭിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ രീതിയിൽ വേണ്ട മുന്നറിയിപ്പുകൾ അതാത് ജില്ലാ ഭരണകൂടങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ജനങ്ങൾ കൂടി ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആവശ്യപ്പെടുന്നത്. ഏതായാലും ഈ രീതിയിൽ വരുന്ന 5 ദിവസം കൂടി സംസ്ഥാനത്ത് ഈ രീതിയിൽ ഉള്ള ശക്തമായത് മുതൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് വരെയുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. വിനിഷ, ശംഖുമുഖത്താണോ ഷീജയുള്ളത്? കടലിന്റെ തിരയടിക്കുന്നതിന് നല്ല ശബ്ദം കേൾക്കാം നമുക്ക് ഓണർ. തീർച്ചയായും വിനിഷ, ഞാനിപ്പോഴുള്ളത് ശംഖുമുഖത്ത് തന്നെയാണ്. ഇവിടെ നമുക്ക് ഈ കടലിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകും എത്രത്തോളം അതിശക്തമായ രീതിയിലാണ് കടൽ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിൽ ഉള്ളത് എന്നുള്ളത് മനസ്സിലാകുന്നതാണ്. ഏതായാലും ആ രീതിയിൽ കടൽ പ്രക്ഷുബ്ധമാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളത് മുന്നറിയിപ്പിലും പറഞ്ഞിരുന്നു. ആ രീതിയിൽ തന്നെയാണ് തീരമേഖലയിലാകെ നമ്മൾ പരിശോധിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കുക. അത്രത്തോളം ശക്തമായ രീതിയിൽ തിരമാലകൾ വരുന്നൊരു സാഹചര്യം, അതിൻ്റെയാണ് നമുക്ക് ഈ അത്ര അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ശബ്ദം പോലും ആ രീതിയിൽ കേൾക്കാൻ സാധിക്കുന്നത് എന്നുള്ളതോട് കൂട്ടിച്ചേർക്കുന്നു. വിനിഷ, എന്തായാലും കടൽ പ്രക്ഷുബ്ധമായി തുടരുന്നു, കാറ്റ് ആ രീതിയിൽ തന്നെ തുടരുന്നു. അതിശക്തമായ കാറ്റിനുള്ളൊരു സാധ്യത അതും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഇന്ന് പുലർച്ചെ വരെയും പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള കാറ്റ് തന്നെയാണ് വീശിയത് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ രീതിയിൽ വരുന്ന ദിവസങ്ങളിലും തുടരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾ പാലിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്കും പ്രേക്ഷകരോടും ആവശ്യപ്പെടാനുള്ളത്. വിനിഷ.